അപ്പൂപ്പൻ്റെ മരണം. അച്ഛനും അമ്മയും തമ്മിലുള്ള സംഘർഷങ്ങൾ തുടങ്ങിയ കാലമായിരുന്നു അത്. രണ്ടുപേരും വിദ്യാസമ്പന്നരായിരുന്നു. ഞാൻ ജനിച്ച ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് സർക്കാർ ജോലിയിൽ നിയമനത്തിനുള്ള ഉത്തരവ് ലഭിച്ചു. എൻ്റെ അസുഖവും ഓപ്പറേഷനും ഒക്കെ കാരണം അമ്മയത് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. പിൽക്കാലത്ത് കഷ്ടപ്പാടും ദാരിദ്ര്യവും അലട്ടുമ്പോഴും നഷ്ടപ്പെട്ട സൗഭാഗ്യത്തെക്കുറിച്ചോർത്ത് അമ്മ കരയുമായിരുന്നു. പഠിപ്പുണ്ടായിരുന്നിട്ടും ജോലി ലഭിച്ചിട്ടും ഞാൻ കാരണം അതൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ ദേഷ്യവും സങ്കടവും ശാപവാക്കുകളായി ചൊരിഞ്ഞിട്ടുണ്ടെങ്കിലും അമ്മയനുഭവിച്ച മാനസിക സംഘർഷങ്ങളും നിസ്സഹായതയുമാണ് അവരെ കൊണ്ടത് പറയാൻ പ്രേരിപ്പിച്ചതെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. കഷ്ടപ്പാടിൻ്റെ കാഠിന്യത്താൽ കൊയ്യാനും മറ്റു നാട്ടുപണിക്കൊക്കെ പോകുമ്പോഴും നഷ്ടപ്പെട്ട അവസരത്തെക്കുറിച്ചോർത്ത് അമ്മ ദുഃഖിക്കുന്നത് ഏറെ വേദനിപ്പിച്ചിരുന്നു. കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അച്ഛൻ്റെ ഉള്ളിൽ നിറയെ കലയും കലാപ്രവർത്തനങ്ങളുമായിരുന്നു. നാടകമെഴുതിയും പാട്ടെഴുതിയും തബല വായിച്ചും അച്ഛൻ്റെ കലാജീവിതം കൊണ്ടുപോകുന്നതിനിടയിൽ ഒലിഞ്ഞുപോയ വർഷങ്ങൾ തന്നെ എവിടെയും എത്തിച്ചില്ല എന്ന ചിന്ത അച്ഛൻ്റെ ഉള്ളിലും കിടന്ന് തിളച്ചു. രണ്ടുപേരും അവരുടെ ജീവിതത്തിൽ തികഞ്ഞ അസംതൃപ്തരായിരുന്നു. അമ്മയെ വിവാഹം ചെയ്ത ശേഷം കുടുംബം പുലർത്താൻ പല ജോലികൾ ചെയ്തെങ്കിലും അച്ഛൻ്റെ ഉള്ളിലെ കലാകാരൻ മോക്ഷം കിട്ടാതെ അലഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ ജനനവും തുടർന്നുണ്ടായ അനുഭവങ്ങളും കഷ്ടപ്പാടുകളും അവരെ അത്രയേറെ അസ്വസ്ഥരാക്കിയിരിക്കാം. ദിവസം കഴിയുന്തോറും അവർക്കിടയിലെ പൊരുത്തക്കേടുകളും സംഘർഷങ്ങളും കൂടിക്കൂടി വന്നു. പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളും ശാപവാക്കുകളും പതിവ് കാഴ്ചയും കേൾവിയുമായി. അതിനിടയിൽ ഞാനെന്ന മനുഷ്യജീവി വീട്ടിലുണ്ടെന്നത് പോലും അവർ ഇരുവരും മറന്നു. അവരുടെ കലഹങ്ങൾക്കിടയിൽ പകച്ചും ഭയന്നും കരഞ്ഞും മുൾച്ചെടികൾ മാത്രം വളരുന്ന ഒറ്റപ്പെട്ട തുരുത്തുപോലെ ആയിത്തീർന്നിരുന്നു ഞാൻ. ചില ദിവസങ്ങളിൽ അച്ഛൻ അമ്മയെ ക്രൂരമായി ഉപദ്രവിക്കുമ്പോൾ നിസ്സഹായിയായി നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ചുറ്റും നടക്കുന്നത് എന്താണെന്നറിയാതെ കുട്ടിയമ്മയുടെ മടിയിലേക്ക് ഭയത്തോടെ ചായുമ്പോൾ അവർ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമായിരുന്നു. രാത്രിയിൽ ഒപ്പമിരുന്ന കഥകൾ പറഞ്ഞും പാട്ടുകൾ പാടിത്തന്നും അവർ അരക്ഷിതാവസ്ഥയെ ലഘൂകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. 3-4 കഥകൾ മാത്രമേ അവർക്കറിയാമായിരുന്നുള്ളൂ. മുടിയിൽ തലോടിക്കൊണ്ട് ആ കഥകൾ ആവർത്തിച്ച് പറയുമ്പോൾ ഇടയ്ക്കിടെ അവർ കരയും. തൻ്റെ മകളുടെ ദുർവൃത്തിയോർത്ത് ആ വൃദ്ധ നെടുവീർപ്പിട്ടു. വടക്ക് ദേശത്തുള്ള ഒരമ്പലത്തിൽ പൂജാരിയായിരുന്ന ബ്രാഹ്മണൻ അന്നാട്ടിലെ ഒരു പുലയ സ്ത്രീയിൽ അനുരക്തനാവുകയും അയാൾ അവളുമായി മറ്റൊരു ദേശത്തേക്ക് ഓടിപ്പോവുകയും ചെയ്ത കഥ കുട്ടിയമ്മ പറയുമ്പോൾ ബാക്കി അറിയാനുള്ള വ്യഗ്രതയിൽ ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സത്യത്തിൽ ബാക്കി കഥ കുട്ടിയമ്മയ്ക്കും അറിയില്ലായിരുന്നു. അത് നടന്നതാണോ അതോ അവരുടെ ഭാവനയിൽ നിന്ന് പറയുന്നതാണോ എന്ന് അറിയില്ലായിരുന്നു. എന്നാലും പല രാത്രികളിലും ആ കഥകൾക്ക് ഉപകഥകളുണ്ടാക്കി സമയം തള്ളി നീക്കി അവർ പറഞ്ഞു തന്ന കഥകളിലെ കഥാപാത്രങ്ങൾക്കൊപ്പം ജീവിച്ചു. ആയിടയ്ക്കാണ് മറ്റേമ്മ, അപ്പൂപ്പൻ്റെ 2ാം ഭാര്യ, അസുഖബാധിതയാകുന്നത്. ശ്വാസകോശത്തിനേറ്റ കടുത്ത അണുബാധ അവരെ അവശയാക്കിയിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മറ്റേമ്മയെ ശുശ്രൂഷിക്കാനായി പോയത് കുട്ടിയമ്മയായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പിണക്കങ്ങളും മറന്ന് സ്വന്തം സഹോദരിയെപ്പോലെ അവരെ പരിചരിച്ചു. കുട്ടിയമ്മയുടെ ഹൃദയവിശാലത എല്ലാവരിലും അത്ഭുതമുളവാക്കി. പിൽക്കാലത്ത് കുട്ടിയമ്മയോട് മറ്റമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആശുപത്രിവാസത്തിന് ഇടയിലൊരിക്കൽ കുട്ടിയമ്മയുടെ കൈപിടിച്ച് അവർ ക്ഷമ ചോദിച്ച കാര്യം വേദനയോടുകൂടി എന്നോട് പറഞ്ഞു. മറ്റേമ്മ അനുഭവിച്ച ഒറ്റപ്പെടലും വേദനയും അവർക്ക് അപ്പൂപ്പനിൽ നിന്ന് ലഭിക്കാതെ പോയ സ്നേഹത്തെയും കരുതലിനെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് കുട്ടിയമ്മ കരഞ്ഞത് ഇന്നും മറക്കാനാവാത്ത ഒരു ചിത്രമാണ്. നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആൾരൂപം ധരിച്ച ദൈവാംശമാണ് കുട്ടിയമ്മയെന്ന് തോന്നി. മറ്റേമ്മയെ പരിചരിക്കാൻ കുട്ടിയമ്മ പോയതിൽ പിന്നെ തികച്ചും ഒറ്റപ്പെട്ടു. ഒന്നും മിണ്ടാനോ ആശ്വസിപ്പിക്കാനോ ആരുമില്ലാതായി. അമ്മയുടെയും അച്ഛൻ്റെയും നിരന്തരമുള്ള കലഹങ്ങൾക്കിടയിൽ സ്വസ്ഥതയും ഉറക്കവും നഷ്ടപ്പെട്ട് കുട്ടിയമ്മ പറഞ്ഞ ഏതോ കഥയിലെ ആഭിചാരക്രിയകൾ മറന്ന പോയ ദുർമന്ത്രവാദിനിയെപ്പോലെ മുറിക്കുള്ളിൽ അലഞ്ഞു നടന്നു. മറ്റേമ്മ മരിച്ച 6 മാസം തികയുന്നതിന് മുമ്പേ അപ്രതീക്ഷിതമായി അപ്പൂപ്പനും മരണപ്പെട്ടു. അതിരാവിലെ കുളി കഴിഞ്ഞ് പൂജാകർമ്മത്തിന് പോകുന്ന വഴിക്ക് ഹൃദയസ്തംഭനം ഉണ്ടായാണ് മരണപ്പെട്ടത്. അപ്പൂപ്പന് തൻ്റെ മരണം മുൻകൂട്ടി അറിയാമായിരുന്നുവെന്ന് മരണം കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം കുട്ടിയമ്മ പറഞ്ഞതായി ഓർക്കുന്നു.
അന്നേ ദിവസം രാവിലെ പൂജാഗ്രികളുമായി വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പായി കുട്ടിയെ ഞാൻ പോകുവാടി എന്ന് പതിവിൽ വിപരീതമായി കുട്ടിയമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു അത്രേ. ദൈവത്തോട് അത്രയ്ക്ക് അടുത്ത് നിൽക്കണ ആളല്ലേ, സ്വന്തം ചാവു സമയം മുൻകൂട്ടി അറിയാനുള്ള സിദ്ധി കാണാതിരിക്കില്ലല്ലോ. കേട്ടുനിന്നവരെല്ലാവരും പരസ്പരം പറഞ്ഞു. ഇനി അങ്ങോട്ട് ജീവിതമില്ലെന്ന മട്ടിൽ അപ്പൂപ്പൻ്റെ തലയ്ക്കൽ തളർന്നിരുന്ന് കുട്ടിയമ്മ അവ്യക്തമായി എന്തോ പിറുപിറുത്തുകൊണ്ടിരുന്നു. അപ്പൂപ്പൻ്റെ മരണം നൽകിയ ആഘാതത്തിൽ കുട്ടിയമ്മ ദിവസങ്ങളോളം മുറിക്ക് പുറത്തിറങ്ങാതെയും ഭക്ഷണം കഴിക്കാതെയും ഇരുന്നു. അവർ തമ്മിലുള്ള ആത്മബന്ധം അത്ര കരുത്തുറ്റതായിരുന്നു. അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം കുട്ടിയമ്മ മുറിക്ക് വെളിയിൽ ഇറങ്ങുന്നതോ ആരോടെങ്കിലും മിണ്ടുന്നതോ കാണാറേയില്ലായിരുന്നു. എല്ലാ ദിവസവും അപ്പൂപ്പൻ്റെ പൂജാപാത്രങ്ങൾ കഴുകിയും തുടച്ചും ചാണകല്ലിൽ ചന്ദനമരച്ചും അപ്പൂപ്പൻ ജീവിച്ചിരിക്കണ്ടെന്നുള്ള മട്ടിൽ തന്നെ അവർ പെരുമാറി. അപ്പൂപ്പൻ്റെ മരണം അമ്മയെയും വല്ലാതെ തളർത്തിയിരുന്നു. സ്നേഹനിധിയായ തൻ്റെ അച്ഛൻ ഈ ഭൂമിയിലില്ലെന്ന സത്യം അംഗീകരിക്കാൻ അമ്മയ്ക്കും കഴിഞ്ഞിരുന്നില്ല. ഈ രണ്ട് സ്ത്രീകളുടെയും വിഷാദ കാലങ്ങൾക്കിടയിൽ ഞാൻ ഒറ്റപ്പെട്ടും മൗനിയായും പുസ്തകങ്ങളെ മാത്രം ആശ്രയിച്ച് ഓരോ ദിവസവും കഴിച്ചുകൂട്ടി.